ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് കുറച്ച് ലോങ് ആയിപ്പോയി, അതുകൊണ്ടാണ് പാർട്ട് 2 ആയിട്ട് ഇടുന്നത്. അപ്പം മറ്റേത് കണ്ടാലേ ഏകദേശമൊക്കെ എല്ലാവർക്കും ഇത് മനസ്സിലാവുള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഒന്ന് വ്യൂ ഒക്കെ ഒന്ന് കാണാമല്ലോ, അവിടുത്തെ ആ കോട മഞ്ഞിനൊക്കെ പറഞ്ഞിട്ട് എന്താണ് മേഘത്തീരം എന്നാണല്ലോ ഇതിൻ്റെ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ അവിടെ മേഘങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നല്ല അടിപൊളി വ്യൂ കേട്ടോ, എന്താ ഒന്നും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതവിടെ ഉറങ്ങാൻ കേട്ടോ, ആരും എണീറ്റിട്ടില്ല. കാരണം എല്ലാവരും നേരം വൈകിട്ടാണല്ലോ ഉറങ്ങിയത്. ഒരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും എല്ലാവരും ഉറങ്ങുമ്പോൾ. അപ്പം അവിടെയൊക്കെ ഉറങ്ങുന്നതാണ്, ഈ റൂമിലുണ്ട്. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ ഒന്ന് എണീറ്റ് നോക്കിയതാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. രാവിലത്തെ ആ വ്യൂ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും എന്താണ്, ഇന്നാണെങ്കിൽ മഴയില്ല കേട്ടോ അവിടെ. അപ്പം ഇതാ ഓരോരുത്തരും ഉറങ്ങി എണീറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അവിടെ എൻ്റെ മോനും പിന്നെ ഫ്രണ്ടിൻ്റെ ഒരു മോനൊക്കെയാണ് കിടന്നത്. ആ പാറൻ്റെ മുകളിലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം അവിടെ ആനൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു ഭംഗിയും കൂടി ഉണ്ട്, ആ ഒരു വെയിലുദിച്ച് വരുന്ന. പിന്നെ നമ്മളെ ഈ പൂളൊക്കെ നല്ലോണം നിറച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ആള്. അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹിന്ദിക്കാരനുണ്ടെന്ന്, അവനവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തൂത്തുവാരെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചായ കുടിക്കാൻ പോകണം കേട്ടോ. കട്ടൻ ചായ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമുക്ക് അതിന് മുന്നേ ഉണ്ടാവുമല്ലോ ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കുക, അങ്ങനെ കുടിക്കാൻ പോവാം കേട്ടോ. ചായ സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണ്. നല്ല രുചിയോട് കൂടി തന്നെയാണ് ആ ചേച്ചി നമുക്ക് ഉണ്ടാക്കി തന്നത്, അതുകൊണ്ട് ഒരു കുറ്റം പറയാനൊന്നുമില്ല. അങ്ങനെ നമ്മളതെല്ലാം കുടിച്ച് എല്ലാവരും എണീറ്റിട്ടു അപ്പോഴേക്കും. പിന്നെ ഞാൻ ഈ ഒരു വില്ല കാണിച്ചു തന്നില്ല, ഇവിടെ ഇരുന്ന് നമ്മളെ ഹസ്ബൻഡുമാരൊക്കെ കിടന്നത്. പിന്നെ ആ കാണുന്ന ഇതിൽ ടെൻറ്റിൽ മറ്റേ ഒരു ഫാമിലി കിടന്നാണ്. അങ്ങനെ എല്ലാവരും എണീറ്റ് പിന്നെ ഓരോ വൈബ് തേടി പോവുക. മോർണിംഗ് പിക്സൊക്കെ എല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ചെടീൻ്റെ ആ ഭാഗത്തുനിന്നും പൂക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട്, പിന്നെ വെയിലുള്ള ഭാഗത്തുനിന്നൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു അപാരതയായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടമാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിലാണ് സംഭവം കിടക്കുന്നത്. ഫുള്ള് പാറക്കെട്ടാണ് നിറച്ചും. നമ്മൾ എന്താ വല്ല സാഹസികമായിട്ട് തന്നെയാണ് പോയത് എന്ന് തന്നെ പറയാം. അതുപോലെ അട്ട എല്ലായിടത്തും നോക്കിയാൽ അട്ടൻ്റെ തന്നെ. പിന്നെ ചെറിയ മോളൊക്കെ കടിച്ചിട്ടോ, എല്ലാവരും കടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് വേഗം ഉപ്പിട്ടിട്ട് ഇങ്ങനെ എടുത്തത് കൊണ്ട് എല്ലാവരും ഇതൊന്നും ഇങ്ങനെ എടുക്കന്നെ ഉപ്പിട്ടിട്ട്, അതിനെക്കൊണ്ട് വേഗം എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചിലായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് കടിച്ചിരുന്നെങ്കിൽ എന്ന്, കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ളതൊക്കെ സംഭവങ്ങൾ. ആരും ഒരു ബാഡ് കമൻറ്റ് ഇടരുത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു മൈൻഡിലുള്ളത് പറഞ്ഞേന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിലും സാഹസികത നിറയണതും അല്ലിങ്ങനെയുള്ളതൊക്കെ എനിക്കിഷ്ടമാണ്. പാമ്പ് മാത്രം കടിക്കരുത് കേട്ടോ, അത് പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ഈ ദുർഘടമായ സ്ഥലത്തോട് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറാണ്. എനിക്ക് പിന്നെ കുറേയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫോൺ അവിടെ വീണിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊടിയായിരിക്കും കിട്ടുക. അപ്പം അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് പുരട്ടിയ മാതിരിയാണ് എൻ്റെ ക്യാമറ, വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീണിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണെന്നുള്ള അറിയാമല്ലോ. പിന്നെ ഞാനിപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല രസമാണ് ഇവിടെ കാണാൻ.
ഒരുപാട് പാറകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടിയിട്ട് വന്നായിരിക്കും, അല്ലെങ്കിൽ ആരും കൊണ്ടുപോയിടൊന്നുമില്ലല്ലോ അത്രയും വെയിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും മഴയെ ഇങ്ങനെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് പറഞ്ഞേക്കില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാറമെന്ന് വരുന്ന വെള്ളം എന്ത് തണുപ്പാണോ എൻ്റെ അമ്മോ. അപ്പോൾ നമ്മളെല്ലാവരും പോയി കുളിച്ചു. എനിക്ക് കുറച്ചെങ്കിലും തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ പെട്ടത് ഇവിടെ വന്നിട്ടാട്ടോ. അപ്പോൾ നമ്മളൊക്കെ കുളിച്ച് കഴിഞ്ഞ് പിന്നെ അവർ കയറിയിട്ട് കുളിക്കുകയാണ്. നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതിന് കുറച്ച് പരിധികളുണ്ട്, എല്ലാവരും ഉള്ളതല്ലേ. പിന്നെ ഇവർ നമ്മളിങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ട് അവർ ആർത്തുല്ലസിക്കുക കേട്ടോ. അവിടെ കുറേ ടൈം ആയിക്കണം അവിടെ നിന്ന് അവരെ ഇങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെ പറയട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എല്ലാവരും തിരിച്ചു പോവാണ്. ഓരോരുത്തർ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. പേടിയാണ്, അട്ടൻ്റെ പേടിയുണ്ട്, അതുപോലെ എങ്ങനെയെങ്കിലും വഴുതി വീണാൽ പോയി കാര്യം. പിന്നെ വന്നിട്ട് നമ്മൾ കുറച്ച് പൂളിലൊക്കെ കളിച്ചിട്ടോ. അങ്ങനെ അടിപൊളി എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവേണ്ടിയിരുന്നു. ഈ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മളെ സമയം കഴിഞ്ഞിട്ടോ. നമുക്ക് അടുത്ത ടീം വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും വേഗം കുളിക്കാനുള്ള തയ്യാറെടുപ്പും മാറ്റാനുള്ളതൊക്കെ ഇതായിരുന്നു. മോൾക്ക് വിറച്ചിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു, നല്ല വിറയായിരുന്നു. ഓരോരുത്തരും ബാത്റൂമിലേക്ക് ഇങ്ങനെ കയറിങ്ങോണ്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ വെള്ളമൊക്കെ നിറഞ്ഞിട്ട്. പിന്നെ ഞാനായിരുന്നു ലാസ്റ്റിൽ കുളിയൊക്കെ കഴിഞ്ഞത്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുളിക്കാനും ഒക്കെ മാറ്റാനൊക്കെ. അപ്പം ഞാൻ നേരം വൈകി. ഫുഡ് കഴിക്കാൻ പുട്ടും പിന്നെ കടലക്കറിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെ ആയിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാവരും ബാഗൊക്കെ തയ്യാറാക്കി. ജീപ്പ് വന്നിട്ടുണ്ട് പോവാനുള്ള. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോയിട്ട് വേണം, അടുത്ത ടീം വന്നും കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറേ ഗെയിം കളിക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ കണ്ടില്ലേ ബാക്കി വന്നത്, അപ്പോൾ അതൊക്കെ അവിടെ നിർത്തി വെച്ചു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പിക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പിക്സൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ മക്കളൊക്കെ ജീപ്പിൽ കയറി, നമ്മളെ ലഗേജൊക്കെ ജീപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ചേച്ചിനെ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓടി വരാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങലും 45 ആൾക്കാരുള്ള ടീം വരാൻ നിൽക്കുക കേട്ടോ. അപ്പം ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ ആൾ ഓടി വരാണ്. അങ്ങനെ നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയുന്നു, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരോടും ബൈ ബൈ.